ഞങ്ങൾ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ തന്നെ ഈ ഈശോ എന്ന് പറയുന്നത് എന്തോ ചിലർക്കാരനല്ല, അതെന്തോ പ്രത്യേകതയുള്ളൊരു വ്യക്തിയാണ് എന്ന് ഞങ്ങൾക്ക് തോന്നുമായിരുന്നു. ഞാൻ പിതാവിനെ പോലെ അത്ര സ്മാർട്ടൊന്നും അല്ലായിരുന്നു. ഏറ്റവും വലിയ സമ്മാനം തൃശ്ശൂർ അതിരൂപതയ്ക്ക് കൊടുത്തത് ഞാനാണ്. കാരണം ഞാൻ ആൻഡ്രൂസ് പിതാവിനെ തൃശ്ശൂർ അതിരൂപതയ്ക്ക് കൊടുത്തു. ക്രിസ്ത്യാനികൾ രൂപവത്കൃതമാകുന്നതുവരെ ഞാൻ ഈറ്റിനവ് അനുഭവിക്കുന്നു. വലിയൊരു നല്ല മഹത്വപൂർണ്ണമായൊരു ഭാവി നമ്മുടെ സഭയ്ക്ക് ദൈവം കരുതിയിട്ടുണ്ട്. പിതാവിൻ്റെ കുടുംബത്തെക്കുറിച്ചും വളർന്നു വന്ന പശ്ചാത്തലത്തെക്കുറിച്ചും പിതാവ് പറയാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ജനിച്ചത് വിളക്കമാടത്താണ്, പാലരൂപതയിലുള്ള വിളക്കമാടം ഇടവക. ചാച്ചനും അമ്മയും, അവർക്ക് 8 മക്കളും, പിന്നെ ചാച്ചൻ്റെ അപ്പനും, ഇത്രയും പേരാണ് ഞങ്ങളുടെ കുടുംബത്തിലുണ്ടായിരുന്നത്. വളരെ വിശ്വാസചൈതന്യമുള്ള ഒരു കുടുംബമായിരുന്നു ഞങ്ങളുടേത്. എനിക്ക് ദൈവവിളി കിട്ടാനുള്ള ഒരു കാരണം ചാച്ചൻ്റെയും അമ്മയുടെയും ദൈവഭക്തിയും സ്നേഹമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ ചാച്ചൻ ചില പെക്യൂലിയാരിറ്റീസ് ഉണ്ടായിരുന്നു. നന്മ നിറഞ്ഞവരും ചെല്ലുമ്പോൾ നിൻ്റെ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവെന്ന് പറയുന്നിടത്ത് ആ ഈശോ എന്ന് പറയുന്ന വാക്ക് വരുമ്പം ചാച്ചൻ ഉച്ചത്തിൽ പറയുക മാത്രമല്ല, ചിലപ്പോൾ അതിൻ്റെ ആ ഭക്തി ശരിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ആവർത്തിച്ച് പറയുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ കൊന്ത ചെല്ലുമ്പം ചാച്ചൻ ചെല്ലാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി താമസം വളരെ സ്ലോ ആണ്. കാരണം പക്ഷേ ഒരു കാര്യം, ആ ഈശോ എന്ന് പറയുമ്പോഴുള്ള ചാച്ചൻ്റെ മുഖഭാവവും സ്വരവും ഇതെല്ലാം കൊണ്ട് ഞങ്ങൾ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ തന്നെ ഈ ഈശോ എന്ന് പറയുന്നത് എന്തോ ചിലർക്കാരനല്ല, അതെന്തോ പ്രത്യേകതയുള്ളൊരു വ്യക്തിയാണ് എന്ന് ഞങ്ങൾക്ക് തോന്നുമായിരുന്നു. അങ്ങനെ ചാച്ചൻ വളരെ ഈ ദൈവവിളി വളരെയധികം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം ESLC പാസ്സായി കഴിഞ്ഞപ്പോൾ ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യം. എനിക്ക് സെമിനാരിൽ ചേരണം താല്പര്യം. ഞാൻ സെമിനാരിൽ ചേരണമെന്ന് പറഞ്ഞിട്ട് ആരും എൻ്റെ എതിരൊന്നും പറഞ്ഞില്ലെങ്കിലും കാര്യമായിട്ട് ആരും അനുകൂലിച്ചില്ല. അപ്പോൾ അനുകൂലിക്കാത്തതിൻ്റെ കാരണം പറഞ്ഞത് എനിക്ക് ആവശ്യത്തിന് പ്രായമായില്ല, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് മതി, ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു വന്ന സമയം പോയി. ഞാൻ പിന്നെ വികാരിച്ചോട് പോയി പറഞ്ഞു, എനിക്ക് സെമിനാർ ചേരാൻ താല്പര്യമുണ്ട്. അച്ഛൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യുക, ചാക്കോ പോയി ചങ്ങനാശ്ശേരി നേരിട്ട് പോയിട്ട് പിതാവിനെ കണ്ട് ചോദിക്കും. പിതാവ് ഒത്തിരി വണ്ണമൊക്കെ ഉള്ളൊരു വലിയ ഗംഭീരനായ മനുഷ്യൻ, കുറച്ച് മാത്രം നമ്മുടെ വർത്തമാനം പറയുള്ളൂ. എനിക്ക് വല്ലാതെ ഭീതിയായിരുന്നു. ആൻഡ്രൂസ് പിതാവിനെ കാണുന്ന പോലെ ഒന്നുമല്ല കാളാശ്ശേരി പിതാവിനെ കാണുന്നത്. അതിൻ്റെ സൈസും സംസാരവും ഒക്കെ വളരെ വ്യത്യാസമാണ്. എനിക്ക് പിതാവിനെ കാണാൻ പേടിയായിരുന്നു. അതേസമയത്ത് ആപ്ലിക്കേഷൻ കൊടുക്കുകയും വേണം. എന്ത് പിതാവിടെ ഇല്ല, റെക്ടേഴ്സിനും ഇല്ല. അപ്പോൾ ഈ വള്ളപ്പള്ളിയച്ഛൻ പറഞ്ഞു, നീ ഒന്നും പേടിക്കണ്ട, ഞാനതൊക്കെ ചെയ്തോളാമെന്ന് പറഞ്ഞ് ഞാനിങ്ങ് പോന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മറുപടി കിട്ടി, എന്നെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ്. അപ്പോൾ ദൈവത്തിന് പറഞ്ഞു, കാളശ്ശേരി പിതാവിനെ കാണാതെ അഡ്മിഷൻ കിട്ടിയതിന് ഞാൻ ദൈവത്തോടെന്ന് പറഞ്ഞു. ഞാൻ ഈ ചങ്ങനാശ്ശേരി സെമിനാരിൽ ചേരുമ്പോൾ ഞാൻ അവിടുത്തെ ബെഞ്ചമിനാണ്, ഏറ്റവും പ്രായം കുറഞ്ഞ ആളാണ്. ഞാനവിടെ പഠിക്കാൻ തുടങ്ങി. ഞാൻ പിതാവിനെ പോലെ അത്ര സ്മാർട്ടൊന്നും അല്ലായിരുന്നു. വളരെ ആവറേജ് ആയിട്ടുള്ളൊരു പിതാവിൻ്റെ എളിമയ്ക്ക് ഇല്ല. പിതാവ് പാറിൽ സെമിനാരിൽ ചേർന്ന് ഏത് വർഷമാണ്? 47. അപ്പോൾ 1947 ചങ്ങനാശ്ശേരി രൂപതക്കാരനായി ചേർന്നു. 1950 പാലാ രൂപതക്കാരനായി. ഫിലോസഫി പഠിച്ചത് ഏത് വർഷമാണ്? 49 ആലുവ സെമിനാരിയിൽ 3 വർഷം ഫിലോസഫി പഠിച്ചു. അത് കഴിഞ്ഞ് 54 തലശ്ശേരി രൂപതക്കാരനായി വള്ളപ്പള്ളി പിതാവിൻ്റെ കൂടെ തലശ്ശേരിക്ക് പോയി. തിരുവമ്പാടിക്ക് കുടുംബം മാറിയത് ഏത് വർഷമാണ്? 69 പിന്നീടാണ്. പിതാവ് റോമിലെ പ്രൊപ്പഗാന്ത ഉർബനിയാന കോളേജിൽ തിയോളജി എത്ര വർഷം പഠിച്ചു? 3 വർഷം. അത് കഴിഞ്ഞ് തുടർന്ന് പട്ടം കിട്ടുന്നതിന് മുമ്പോ ശേഷമോ കാനൺ ലോയും സിവിൽ ലോയും പഠിച്ചത് മനസ്സിലാക്കുന്നു. അതെങ്ങനെയാണ്? അതെ, അപ്പോൾ പട്ടം കഴിഞ്ഞിട്ട് പിന്നെ ഡമഷനൊക്കെ അവിടുന്ന് ആ പ്രൊപ്പഗാൻഡ കോളേജിൽ നിന്ന് സ്ഥലം മാറി അച്ഛന്മാർക്കുള്ള കോളേജായിട്ടുള്ള ഡമഷനോയിൽ പോയി. പട്ടം കിട്ടിയത് 56. കേരളത്തിലോ റോമിലോ? റോമിലോ വെച്ചു. ആരായിരുന്നു പട്ടം തന്നെ? പട്ടം തന്ന പ്രൊപ്പഗാൻഡ ഫിഡെ കോൺഗ്രിഗേഷൻ്റെ സെക്രട്ടറി ആയിരുന്ന ഒരു സിജിസ് മോണ്ടി. ആളും നേരത്തെ മരിച്ചുപോയി. സിജിസ് മോണ്ടിയാണ് അദ്ദേഹമാണ് പട്ടം. പിന്നെ
പിതാവും ഞാനും പഠിച്ചത് കാനുള്ള തന്നെയാണ്. പക്ഷേ പിതാവ് ഒരു നിയമജ്ഞൻ എന്നതിനേക്കാൾ ഉപരി നല്ലൊരു അപ്പച്ചൻ, നല്ലൊരു പിതാവ്, നല്ലൊരു അജപാലകൻ, ഒരു എന്താ പറയുക, അങ്ങനെയായിട്ട് അറിയപ്പെടുന്നത്. അപ്പോൾ പിതാവ് പക്ഷേ ഇത്രയും സിവിൽ ലോയിലും കാനൺ ലോയിലും ഡിഗ്രി കിട്ടിയപ്പോൾ പിതാവ് ആ പഠനത്തെക്കുറിച്ചും പിതാവിൻ്റെ മനോഭാവത്തെക്കുറിച്ചും ഒന്ന് പറയാമോ? എന്നോട് കാനൺ ലോയും സിവിൽ ലോയും പഠിക്കാൻ പറഞ്ഞു. ഞാൻ പഠിച്ചു. എനിക്ക് പഠിച്ചെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ ലോ പ്രാക്ടീസ് ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടില്ല. തലശ്ശേരി രൂപതയിൽ വള്ളപ്പള്ളിപ്പിതാവിനെ ചാൻസലറായിട്ട് നിയമിച്ചു. ഞാൻ അവിടെ ആയിരുന്നു 4 കൊല്ലം. ഒരൊറ്റ കേസ് പോലും കോടതിയിലെടുത്തിട്ടില്ല, വിചാരണ ചെയ്തിട്ടുമില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇന്നത്തെ ലോകമല്ല അന്നത്തേത്. മലബാർ പ്രദേശത്ത് കുടിയേറ്റക്കാരൊക്കെ ഓരോ പ്രശ്നമായിട്ട് വരും, കുടുംബ പ്രശ്നമൊക്കെ വരുമ്പോൾ അവർ പിതാവിൻ്റെ അടുത്തേക്കാണ് വരുന്നത്. പിതാവിൻ്റെ അടുത്തേക്ക് വന്നു കഴിയുമ്പോൾ പിതാവിന് എന്തൊരു മാസ്മര ശക്തിയാണ്. അവൻ്റെ തോളിലൊന്ന് കൈയിട്ട് അതങ്ങനെ മതി മോനെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന് യാതൊരു അപ്പീലുമില്ല. ഏത് കുടുംബ പ്രശ്നവും പിതാവിൻ്റെ ഈ ഡീലിങ്സ് കൊണ്ട് പരിഹരിക്കപ്പെടുകയാണ്. പിന്നെ ഒരു കേസ് കോടതിയിലേക്ക് വരുന്ന പ്രശ്നമേ ഇല്ല. നമ്മൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല, പക്ഷേ അതായിരുന്നു അന്നത്തെ സ്ഥിതി. പിതാവ് റോമിൽ പോയി പഠിച്ചു. അത് കഴിഞ്ഞ് തിരിച്ച് നാട്ടിൽ വന്ന് ഞാൻ മനസ്സിലാക്കുന്ന കത്തീഡ്രൽ വികാരി, പിന്നെ പിതാവാക്കി രൂപപ്പെടുത്തിയത് വള്ളപ്പള്ളി പിതാവിൻ്റെ സെക്രട്ടറിയും പിന്നെ ചാൻസലറോ മറ്റൊക്കെ. അതൊന്ന് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അമേരിക്കയിൽ പോയി പഠിക്കുകയും ചെയ്തു എന്ന് ഞാൻ മനസ്സിലാക്കും. അതൊന്ന് വിശദീകരിക്കാമോ? തലശ്ശേരി രൂപതയ്ക്ക് ഒരു കോളേജുണ്ട്, നിർമ്മലഗിരി കോളേജ് എന്ന് പറഞ്ഞൊരു കോളേജ്. അപ്പോൾ അവിടെ പിന്നെ അച്ഛന്മാർക്ക് പ്രാതിനിധ്യം ഇല്ലായിരുന്നു, പഠിച്ചവരൊക്കെ കുറവായിരുന്നു, ഇല്ലായിരുന്നു. എന്തോ ഒരു ഇംഗ്ലീഷ് പഠിപ്പിക്കാനൊക്കെ ആയിട്ട് എന്നോട് പോയി പഠിച്ച് അതിനാണെന്നൊന്നും പറഞ്ഞില്ല, പക്ഷേ പഠിക്കാനായിട്ട് പറഞ്ഞു വിട്ട് അങ്ങനെ ഫോറിൻ യൂണിവേഴ്സിറ്റി പോയി ഞാൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എടുക്കുന്നത്. തിരിച്ചു വന്ന് മിക്കവാറും കൂത്തുപറമ്പ് കോളേജിൽ പഠിപ്പിക്കാനായിട്ട് നിയമിക്കപ്പെടുമെന്നുള്ള വിചാരമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് പിന്നെയും പിതാവിനെ സെമിനാരിൽ തന്നെ നിയമിച്ചു. അങ്ങനെ മൈനർ സെമിനാരി ഡയറക്ടറായിട്ട്. അപ്പോൾ ഞാൻ എൻ്റെ കാനലിൽ പഠിച്ചു വന്നിട്ട് അതുകൊണ്ട് ഒരു ഉപകാരം ഉണ്ടായില്ലെന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിച്ചു വന്നിട്ട് എനിക്കൊരു ഉപകാരം ഉപകാരം എന്ന് പറഞ്ഞാൽ അത് ഉപയോഗിക്കാനൊന്നും സാധിച്ചില്ല. അങ്ങനെ 4, 3, 7 കൊല്ലത്തെ എൻ്റെ പഠനം പ്രായോഗിക ജീവിതത്തിന് ഒരു ഉപകാരമില്ലാത്തതായി തീർന്നു എന്നുള്ളത് തമാശയായിട്ട് എനിക്ക് തോന്നിയാണ്. എത്രയായിട്ട് ഉപകാരം ഉണ്ടായി എന്നുള്ളത് ഞങ്ങൾക്കറിയാം. അങ്ങനെ ഇരുന്ന് ഞാൻ പിന്നെ സെമിനാരി പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് തലശ്ശേരി രൂപത ഇങ്ങനെ വിഭജിക്കപ്പെടുന്നത്. മാനന്തവാടി രൂപത അവികസിതമായ പ്രദേശം, പാവപ്പെട്ട മനുഷ്യർ, കേരളത്തിലെ ഏറ്റവും ബാക്ക്വേർഡ് ഏരിയയായിരുന്നു. അങ്ങനെ അവിടെ ജോലി ചെയ്യാനായിട്ട് എനിക്ക് തമ്പുരാൻ അവസരം തന്നു. ഒത്തിരിയേറെ അനുഗ്രഹം നിറഞ്ഞൊരു കാലഘട്ടമായിരുന്നു. 1973 മെയ് മാസം 1-ാം തീയതിയാണ് പിതാവിന് മെത്രാൻ പട്ടം കിട്ടിയത്. ആ സംഭവവും പശ്ചാത്തലവും ഒന്ന് വിശദീകരിക്കാമോ? തലശ്ശേരി രൂപത വലിയ വിസ്തൃതമായ രൂപതയായിരുന്നു. ഏതാണ്ട് 75,000 സ്ക്വയർ കിലോമീറ്റേഴ്സ്, കേരളത്തിൻ്റെ 2 ഇരട്ടിയിലധികം വലിപ്പമുള്ള രൂപതയാണ്. അത് മൈസൂർ പ്രദേശങ്ങളിൽ, കർണാടക, അവിടെ എല്ലാം വ്യാപിച്ചു കിടന്ന സ്ഥലമാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ പോയി വരാനായിട്ടൊരു വ്യക്തിക്ക് സാധിക്കുന്ന കാര്യമില്ലായിരുന്നു. അങ്ങനെ ഇതുവരെ അൺവീൽഡി ആയി കഴിഞ്ഞപ്പോൾ പിതാവ് റോമിലൊക്കെ അപേക്ഷിച്ച് തലശ്ശേരി രൂപത വിഭജിക്കാൻ അനുവാദം കിട്ടി. അങ്ങനെ ഏറ്റവും അവികസിതമായ സ്ഥലമാണ് മാനന്തവാടി, വയനാട് ഡിസ്ട്രിക്റ്റ്. അപ്പോൾ ഈ വയനാടും അതിനോടനുബന്ധിച്ച് കുറച്ച് സ്ഥലങ്ങളുമായിട്ട് മാനന്തവാടി രൂപത ഉണ്ടായി. രൂപത സ്വാഭാവികമായിട്ടും വളരെ ദരിദ്രമായിരുന്നു. അച്ഛന്മാർ എല്ലാം കൂടെ 12 പേരുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ സാവകാശം പിടിച്ചു കയറി. അവിടെ ജോലി ചെയ്ത അച്ഛന്മാർ പിന്നീട് അവർക്ക് മാനന്തവാടി തന്നെ ജോലി ചെയ്താൽ മതി എന്ന് പറഞ്ഞ് അവിടെ കൂടി. പിന്നെ പുതിയ അച്ഛന്മാരൊക്കെ വന്ന് സെമിനാരിയായി, ആവശ്യത്തിന് അച്ഛന്മാരും ഒക്കെ വന്ന് വളരെ വലിയ വ്യത്യാസം വന്നു എന്നുള്ളതിന് സംശയമൊന്നുമില്ല. പിതാവ് 1973 മെത്രാനാകുമ്പോൾ ഞാൻ ആലുവ സെമിനാരിയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഇത്രയും സുമുഖനാണെങ്കിൽ അന്നത്തെ സുമുഖനായിരുന്ന അവസ്ഥ ചിന്തിക്കാതെ അത്രയും. പിതാവ് ഒന്നും ഓർക്കുന്നുണ്ട്, വളരെ തൂവെള്ള. പിന്നെ മാത്രമല്ല, പിതാവ് വണ്ടി ഓടിക്കാൻ, വാഹനങ്ങൾ ഓടിക്കാൻ വലിയ ഇഷ്ടപ്പെട്ട മനുഷ്യനാണെന്നറിയാം. തുടക്കത്തിൽ
ബൈക്കാണ്, പിന്നീട് ജീപ്പാണ്. പിന്നെ പിതാവ് ഇപ്പോഴും വണ്ടി ഓടിക്കാൻ തന്നെയാണ് പിതാവിന് താല്പര്യം. അപ്പോൾ ഇങ്ങനെ ഓടി നടക്കുന്ന പിതാവ് അന്ന് വന്നപ്പോൾ വലിയ സന്തോഷമൊക്കെ തോന്നി. 22 വർഷം പിതാവ് മാനന്തവാടി രൂപതയെ നയിച്ചപ്പോൾ ഞങ്ങളൊക്കെ വലിയ അത്ഭുതത്തോടെ നോക്കി കാണുന്നത് അവികസിത പ്രദേശമായ മാനന്തവാടി രൂപതയ്ക്ക് പിതാവ് നൽകിയ സംഭാവന, ഈ വയനാട് പ്രദേശത്തെ ആത്മീയമായും ഭൗതികമായും വളർത്തുന്നതിന് പിതാവ് 22 വർഷം നൽകിയ നേതൃത്വം അത് വളരെ വലുതാണ്. അതിന് പിതാവിൻ്റെ വിദേശ ബന്ധങ്ങളും സഹായകമായിരുന്ന അറിയാം. അതിൻ്റെ ഇടയ്ക്ക് പിതാവ് ഈ ആത്മീയ വളർച്ചയ്ക്ക്, സഭാപരമായ വളർച്ച ഒരു സന്യാസ സമൂഹം രൂപം കൊടുത്തിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് പറയാം? ഞാൻ മാനന്തവാടി ചെല്ലുന്ന അവസരത്തിൽ അവിടെ ഞങ്ങൾക്ക് കുറേ കോൺവെൻസ് ഉണ്ട്. പക്ഷേ എല്ലാ കോൺവെൻസിൻ്റെ മെമ്പേഴ്സിനും എല്ലാവരും കൂടിയാൽ 100 തികയില്ലായിരുന്നു. അത്രയ്ക്ക് ദരിദ്രമായിരുന്നു ഈ സന്യാസ ജീവിതത്തിൽ. ഞാൻ ഈ ഇടവയിൽ വിശുദ്ധിക്ക് ചെല്ലുമ്പോൾ ചില ഇടവുകളിൽ കുട്ടികളൊക്കെ വളരെ ഭംഗിയായിട്ട് പെരുമാറുന്നു, നല്ലതായിട്ട്. പക്ഷേ ചിലർ തരുമ്പോൾ മഹാകാടന്മാരെ പോലെ ഒരു പെരുമാറുന്നത്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഈ വ്യത്യാസം വരുന്നതെന്ന് പഠിച്ചപ്പോൾ മനസ്സിലായി. കോൺവെൻസ് ഉള്ളിടത്ത് കുട്ടികളൊക്കെ കുറച്ചുകൂടെ നല്ല ഡിസിപ്ലിൻഡാണ്, കുറച്ചുകൂടെ ഭക്തരാണ്, മര്യാദയുള്ളവരാണ്. അപ്പോൾ ഒരു കോൺവെൻറ്റ് എന്ന് പറയുന്നത് വളരെയധികം സ്വാധീനം ചെലുത്തിയ ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കി. നമ്മുടെ എല്ലാ പാരിഷിനും ഒരു കോൺവെൻറ്റ് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തീവ്രമായിട്ട് ആഗ്രഹിക്കും. മാത്രമല്ല നടപടികൾ എടുക്കാൻ തുടങ്ങി. അപ്പോൾ അവിടെ ഇല്ലാത്തതുകൊണ്ട് അങ്ങോട്ട് മറ്റു രൂപത്തിൽ ക്ഷണിച്ചു. പ്രത്യേകിച്ച് തലശ്ശേരിയിൽ നിന്ന് അവിടെ പരമ്പരാഗതമായിട്ടുള്ള കാർമലൈറ്റ്സ്, സേക്രഡ് ഹാർട്ട് സിസ്റ്റേഴ്സ്, അഡോറേഷൻ സിസ്റ്റേഴ്സ്, ആരാധന പടങ്കാർ, ഇങ്ങനെയുള്ളവരെ ഒക്കെ വിളിച്ച് എല്ലാവർക്കും താല്പര്യമാണ് മാനന്തവാടിക്ക് വരാനായിട്ട്. പക്ഷെ ഭയമാണ്. മാനന്തവാടി തണുപ്പുള്ള പ്രദേശം, അവിടെ വന്നാൽ വാദമുണ്ടാകും, പ്രയാസമുണ്ട്. പിന്നെ കാട്ടുപ്രദേശമാണ്, വന്യമൃഗങ്ങളുണ്ട്, ഇങ്ങനെ പനി വരും. ഇങ്ങനെ ഓരോരോ കാരണം പറഞ്ഞ് വരാൻ മഹാമടിയായിരുന്നു. പിന്നീട് വരാൻ നോക്കാം എന്ന് പറഞ്ഞ് എല്ലാവരും പിന്മാറി, ആരും വരികയില്ല. മാനന്തവാടി അത്രയ്ക്ക് പ്രയാസം പിടിച്ച സ്ഥലമായിരുന്നു അവരെ സംബന്ധിച്ച്. അങ്ങനെ ചെന്നപ്പോൾ വിൻസെൻഷൻ സിസ്റ്റേഴ്സ് അവിടെ ഒരു ജനറാളമ്മ കൂടെ വന്നിട്ട് മാനന്തവാടി വന്ന് കണ്ടു. യാത്രയുടെ ആ ക്ലേശങ്ങളൊക്കെ മനസ്സിലാക്കി എല്ലാം കണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചു പേടിച്ചിവിടുന്ന് പോകുമെന്ന്. പക്ഷേ അവർ പറഞ്ഞു ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് മാനന്തവാടിയിലാണ്, ഏറ്റവും കൂടുതൽ സൗകര്യം കുറഞ്ഞത് മാനന്തവാടിയിലാണ്. പക്ഷേ ഞങ്ങൾ സൗകര്യങ്ങളൊക്കെ കുറവാണെങ്കിലും ഏറ്റവും ആവശ്യമുള്ള സ്ഥലത്ത് ഞങ്ങൾ തിരഞ്ഞെടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ 2 കോൺവെൻസ് സ്ഥാപിച്ചു. എങ്കിലും നമുക്ക് ആവശ്യമൊന്നും എത്രമാത്രം പലതും വേണമല്ലോ. അതുകൊണ്ട് അതിനെക്കുറിച്ച് പ്രാർത്ഥിച്ച് ചിന്തിച്ചു, അച്ഛന്മാരോടൊക്കെ ആലോചിച്ചു, കൗൺസിലേഴ്സിനൊക്കെ. നമ്മൾ തന്നെ ഒരെണ്ണം തുടങ്ങാൻ നല്ലതെന്ന് അവർ പറഞ്ഞു. എങ്കിലേ കാര്യം നടക്കുകയുള്ളൂ. അങ്ങനെ എല്ലാവരുടെയും കൂടെ ആഗ്രഹത്തിൻ്റെയും പ്രാർത്ഥന ഫലമായിട്ട് തുടങ്ങിയതാണ് പുതിയൊരു സമൂഹം, ക്രിസ്തുദാസി സമൂഹം എന്ന് പറയുന്നത്. ഈ ക്രിസ്തുദാസി സമൂഹം ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, തൃശ്ശൂരിൽ തന്നെ പല മഠങ്ങൾ ക്രിസ്തുദാസി സമൂഹത്തിനുണ്ട്. വലിയ സേവനം ചെയ്യുന്നതിൻ്റെ സ്ഥാപകൻ എന്ന നിലയിൽ വലിയ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു സന്യാസിനി സമൂഹത്തിന് രൂപം കൊടുക്കാൻ. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ വേറൊരു ചോദ്യം ചോദിക്കാൻ പോവുക. അത് എന്നെ കൂടി ബന്ധപ്പെടുത്തിയിട്ടാണ്. പിതാവ് കാനുള്ള പഠിച്ചിട്ട് കാനുള്ള ഉപയോഗിക്കേണ്ടി വന്നില്ലെങ്കിലും ഞാൻ കാനുള്ള പഠിച്ചിട്ട് എനിക്ക് അധികവും ഉപയോഗിക്കേണ്ടി വന്നത് കാനുള്ള തന്നെയാണ്. എൻ്റെ നിർബന്ധം കൊണ്ടാണ് പള്ളിയിൽ, അയ്യന്തോള് പള്ളിയിലും കണ്ണംകുളങ്ങര പള്ളിയിലും പിന്നെ തൃശ്ശൂർ ബസിലിക്കയിലും ആയത് എൻ്റെ നിർബന്ധം കൊണ്ട്, ഒരു പള്ളി വേണമെന്നുള്ള നിർബന്ധം കൊണ്ടാണ്. പക്ഷേ ഞാൻ പഠിച്ചു വന്നിട്ട് ഇവിടെ സെക്രട്ടറി, വൈസ് ചാൻസലർ, പിന്നീട് ചാൻസലർ, അത് കഴിഞ്ഞ് പിന്നെ വികാരി ജനറൽ, പിന്നെ സഹായമെത്രാനൊക്കെ എല്ലാം ഒരു അഡ്മിനിസ്ട്രേറ്റീവ് അല്ലെങ്കിൽ കാനുള്ള സഭാ ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഇതിൻ്റെ ഇടയിൽ ഒരു ചോദ്യം ഇതാണ്, എന്ത് ഗുണം കണ്ടിട്ടാണ് 2004 തൂങ്കുഴി പിതാവിൻ്റെ പിൻഗാമിയായിട്ട് എന്നെ മെത്രാനാക്കാൻ പിതാവിന് ശുപാർശ ചെയ്യാൻ ഇന്നും ഇതിൽ ഖേദിക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഏതായാലും എന്ത് കണ്ടിട്ടാണ് പിതാവിന് അങ്ങനെ ഒരു പേര് പ്രപ്പോസ് ചെയ്യാൻ? അതോ പിതാവ് ഇത് പ്രപ്പോസ് ചെയ്യാതെ വേറെ വഴിക്ക് വന്നതാണോ? എന്നെ മെത്രാനായി ശുപാർശ ചെയ്യാൻ കാരണം എന്ത് എന്ന് ഇത് ചോദിക്കാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നാലും ഞാൻ അങ്ങനെ ആത്മാർത്ഥമായിട്ട് ചോദിക്കുകയാണ്. ആൻഡ്രൂസ് പിതാവിനെ ഈ വലിയ ഉത്തരവാദിത്തത്തിലേക്ക് ഏൽപ്പിച്ച ദൈവത്തിൻ്റെ തിരുമനസ്സാണെന്നുള്ള യാതൊരു സംശയമില്ല. അപ്പോൾ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ എന്നൊക്കെ വളരെ ആത്മാർത്ഥമായിട്ട് വസ്തുനിഷ്ഠമായ നീതിബോധത്തോടു കൂടിയെല്ലാം ചെയ്തു. അപ്പോൾ ദൈവത്തിൻ്റെ തീരുമാനം ആയിരുന്നു
ആൻഡ്രൂസ് പിതാവ് തൃശ്ശൂർ അതിരൂപതയുടെ പിതാവായി തീരണം എന്നുള്ളത്. അപ്പോൾ പലരും പല കാര്യങ്ങളും രൂപതയ്ക്കൊക്കെ സംഭാവന ചെയ്യാറുണ്ട്. അതൊക്കെ വലിയ കാര്യങ്ങളാണ്. പക്ഷെ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഏറ്റവും വലിയ സമ്മാനം തൃശ്ശൂർ അതിരൂപതയ്ക്ക് കൊടുത്തത് ഞാനാണ്. കാരണം ഞാൻ ആൻഡ്രൂസ് പിതാവിനെ തൃശ്ശൂർ അതിരൂപതയ്ക്ക് കൊടുത്തു. ഞാൻ വീണ്ടും പഴയ ചരിത്രത്തിലേക്ക് കടക്കുകയാണ്. പിതാവ് മെത്രാനായപ്പോൾ പിതാവ് എടുത്തൊരു മുദ്രാവാക്യമുണ്ട്. ആ മുദ്രാവാക്യത്തിൻ്റെ അർത്ഥവും അതിൻ്റെ ദർശനവും എന്താണ്? എൻ്റെ ജീവിതത്തിൽ എനിക്ക് പിതാവാകുമ്പോൾ ഒരു ലക്ഷ്യമേ ഉള്ളൂ, മനുഷ്യർ യേശുവിനെ പോലെയായി തീരണം, അവൾ ക്രിസ്തു രൂപവൽകൃതമാകണം. അതാണ് ആത്യന്തികമായിട്ട് എൻ്റെ ലക്ഷ്യം. വേറെ ഭൗതികമായിട്ടൊന്നും ഞാൻ ആഗ്രഹിക്കുന്നുമില്ല, അതിനുവേണ്ടി യത്നിക്കുന്നുമില്ല. അപ്പോൾ അൻറ്റിൽ ക്രൈസ്റ്റ് ബി ഫോംഡ് ഇൻ യു, ക്രിസ്തു നിങ്ങൾ രൂപവൽകൃതമാകുന്നതുവരെ ഞാൻ ഈറ്റുന്നതും അനുഭവിക്കുന്നു. എന്നാൽ ഗലേഷ്യൻസിൻ്റെ 4:19 ഞാൻ എൻ്റെ മുദ്രാവാക്യമായി എടുത്തത്. അപ്പോൾ എൻ്റെ പ്രവൃത്തികളുടെ എല്ലാം ആശയം ഇതാണ്. അത് കൃത്യമായിട്ട് അങ്ങനെ സാധിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞു എങ്കിൽ പോലും എൻ്റെ മനസ്സിലുള്ള ആശയം ഇതാണ്: ക്രിസ്തു അവൾ രൂപവൽകൃതമാകണം. പിതാവിൻ്റെ മോട്ടോവിനെ കുറിച്ച് തന്നെ പറയുന്നത്. 2004 ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്താണ് നുൻഷ്യോ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു അപ്പോയിൻമെൻറ്റ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാവ് നടത്തിയെന്ന് പറഞ്ഞു. അത് മാർച്ച് മാസത്തിലാണ്. എനിക്ക് വാസ്തവം പറഞ്ഞ ആകെ ഒരു സങ്കടവും വിഷമമൊക്കെ ആയി. ഞാൻ ഉടനെ പറഞ്ഞു, അത് ഞാൻ ആലോചിച്ചിട്ട് പറയാം. ഉടനെ ന്യൂൻഷ്യോ പറഞ്ഞു, ഇനി ആലോചിക്കാനൊന്നുമില്ല, തീരുമാനമാണ്, ഡിസിഷനാണ്. അത് കഴിഞ്ഞ് ഉടനെ തന്നെ ഞാൻ പിതാവിൻ്റെ മുറിയിലേക്ക് വന്നു. ഇതെന്തെങ്ങനെ എന്നൊക്കെ വന്ന് പിതാവ് ചോദിക്കുന്നു, ഓർക്കുന്നുണ്ടാകാം. അത് കഴിഞ്ഞ് ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ പറഞ്ഞു, നമ്മളൊരു ഏതെങ്കിലും മുദ്രാവാക്യം എടുക്കുന്നുണ്ട്. ഞാൻ പിതാവിനോട് അന്ന് ആലോചിച്ചിരുന്നു. എൻ്റെ ജീവിതത്തിൽ എന്നെ നയിച്ചതെല്ലാം ഈ മാർക്കോസിൻ്റെ സുവിശേഷം 3-ാമത്തെ അധ്യായത്തിൽ 14-15 എന്തിനാണ് യേശു വിളിക്കുന്നത്? തനിക്ക് ഇഷ്ടപ്പെട്ടവർ വിളിച്ചത് 2 കാര്യങ്ങൾക്കാണ്: കൂടെ ആയിരിക്കാനും ഐക്യപ്പെടാനും. അങ്ങനെയുള്ള മുദ്രാവാക്യം എടുത്തോട്ടെ എന്ന് ചോദിച്ചു. പിതാവ് പറഞ്ഞ നല്ലതാണ് എന്ന് പറഞ്ഞ് ഞാൻ ഓർക്കുകയാണ്. ഇപ്പോൾ ടു ബി വിത്ത് ഹിം ആൻഡ് ടു ബി സെൻഡ് ഫോർത്ത്, കൂടെ ആയിരിക്കാനും ഐക്യപ്പെടാനും എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിൽ എന്ന് തന്നെ നയിക്കുന്നൊരു ബൈബിൾ വാക്യം. റോമ 8:28. പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ ദൈവമെല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് പിതാവിൻ്റെ സഹായമെത്രാനായിരിക്കുമ്പോഴും പിന്നീട് പിതാവ് റിട്ടയർ ചെയ്തു മെത്രാപ്പോലിത്തെ ആയപ്പോഴും എല്ലാം ദൈവം വഴി നടത്തുന്നു, ദൈവം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു എന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് 2 റോൾ മോഡൽസാണുള്ളത്, കുണ്ടുകുളം പിതാവും പിന്നെ തൂമ്പുഴി പിതാവും. ഞാൻ ഈ അവസരത്തിൽ വ്യക്തിപരമായൊരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുക. 22 വർഷം മാനന്തവാടി രൂപതയെ വളരെ സ്തുത്യർഹമായ രീതിയിൽ പിതാവ് നയിച്ചു. അത് കഴിഞ്ഞ് 1.5 വർഷം താമരശ്ശേരിക്ക് പോയി. അത് കഴിഞ്ഞ് തൃശ്ശൂർക്ക് വന്നു. ഈ തീർത്ഥാടനത്തിൽ പിതാവിൻ്റെ മനസ്സിലെ ചേതോവികാരങ്ങൾ എന്താണ് എന്നൊന്ന് വളരെ ചുരുക്കമായി പറയുകയാണെങ്കിൽ നന്നായി. അപ്പോൾ എനിക്ക് നൻഷോ എന്നെ ഇത് അറിയിച്ചപ്പോൾ ഞാൻ നൻഷോയ്ക്ക് എഴുതി, ശരിക്കും ചിന്തിച്ചിട്ടാണോ ഈ തീരുമാനം എടുത്തിരിക്കുന്നത്, അറിയാൻ പാടില്ലാത്തതാണെങ്കിൽ ഒന്ന് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന് കത്തെഴുതി. ഞാൻ പറഞ്ഞു, എനിക്ക് തൃശ്ശൂർക്കാർ ആഗ്രഹിക്കുന്നത് അവരുടെ ഇടയിൽ അച്ഛനെയാണ്. പിന്നെ ഞാൻ അവിടെ ചെല്ലുകയാണെങ്കിൽ എനിക്ക് ടൗണിൽ ഇങ്ങനെ ഒരു പാരമ്പര്യമൊന്നുമില്ല, കൾച്ചറലായിട്ടൊക്കെയുള്ള വ്യത്യാസമുണ്ട്. പിന്നെ ജനങ്ങളുമായിട്ട് എനിക്കത്ര പരിചയമില്ല. പിന്നെ ഞാൻ പറഞ്ഞു, ഇപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആൾ കുണ്ടുകുളം പിതാവാണ്. അദ്ദേഹം എത്രയോ വലിയൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് പുറകെ പോകാൻ എനിക്ക് ഒട്ടും പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ തികഞ്ഞ പരാജയമായി തീരും. ഇതെല്ലാം കൂടെ ഒന്ന് പരിഗണിച്ചിട്ടൊരു പുതിയ തീരം. മാർപ്പാപ്പ എന്ത് പറയുന്നത് ഞാൻ അനുസരിക്കുക, അതിനെക്കുറിച്ച് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇതെല്ലാം ചിന്തിക്കാത്തതാണെങ്കിൽ ഇതൊന്ന് ചിന്തിച്ചിട്ട് തീരുമാനം എടുക്കണമെന്ന് പറഞ്ഞ് മറുപടി ഒന്നും കിട്ടിയില്ല. മറുപടി കിട്ടിയത് അപ്പോൾ ചെയ്തിരിക്കുന്നത് പിതാവിന് കിട്ടിയതുപോലുള്ള ഇതാണ് കിട്ടിയത്. അപ്പോൾ പിന്നെ ഞാൻ ഇങ്ങോട്ട് പോകുന്നു. പിതാവിന് അതെ കുണ്ടുകുളം പിതാവോ അതേക്കുറിച്ച് ചിന്തിച്ചിട്ടില്ലെന്ന് അന്ന് ഇവിടെ ഉണ്ടായിരുന്നാൽ ഈ ഭാഗത്തുണ്ടായിരുന്നു ഞങ്ങൾക്കറിയാം. പക്ഷെ പിതാവിന് അത്യാവശ്യം സ്വല്പം വരാനൊരു ശങ്ക ഉണ്ടായിരുന്നു എന്നുള്ളത് ഞങ്ങൾക്കറിയാം. പിതാവ് ഓർക്കുന്നുണ്ടെന്ന് അറിയില്ല. തൃശ്ശൂരിൽ നിന്ന് വലിയൊരു ഡെലഗേഷൻ താമരശ്ശേരി വന്നു. അതിൽ ഞാനും ഉണ്ടായിരുന്നു. പിതാവിനെ ഇങ്ങോട്ട് സ്വാഗതം ചെയ്ത് കഴിഞ്ഞ് ഞങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ പിതാവിന് എന്തോ ഒരു മാറ്റം ഞങ്ങൾക്ക് വരാമെന്നുള്ളത്. 1997 ഫെബ്രുവരി 15 പിതാവ് ചാർജ് എടുക്കുന്നത്. എനിക്ക് പറയാനുള്ളത്,
തൃശ്ശൂർ രൂപതയുടെ ചരിത്രത്തിലെ വലിയ ചരിത്ര സംഭവം തന്നെയാണ് പിതാവ് തൃശ്ശൂർ രൂപതയുടെ മെത്രാപ്പൊലീത്തയായിട്ട് വന്നത്. പിതാവിനെ വന്ന് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ എനിക്ക് പിതാവിനെ കുറിച്ച് പറയാനുള്ളത് ഇതാണ്: തൂങ്കുഴി പിതാവ് തൃശ്ശൂർ വന്നു, കണ്ടു, തൃശ്ശൂർക്കാരെ മുഴുവൻ കീഴടക്കി എന്ന് പറഞ്ഞാൽ എല്ലാവരെയും സ്വീകരിച്ചു. ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, പിതാവ് 1997 മുതൽ 2007 വരെയുള്ള കാലഘട്ടത്തിലാണ് തൃശ്ശൂരിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും ചുരുങ്ങിയ കാലം കൊണ്ട് ഏറ്റവും കൂടുതൽ വികസനങ്ങൾ ഉണ്ടായത്. അത് ദൈവത്തിൻ്റെ പദ്ധതിയാണെങ്കിലും പിതാവിൻ്റെ ഒരു ശൈലിയും പിതാവിൻ്റെ പ്രാർത്ഥനയും ഒക്കെ അതിന് കാരണമായി. മേരിമാത സെമിനാരി തുടങ്ങുന്നതിൻ്റെ പശ്ചാത്തലം അത് ഞാൻ സമയക്കുറവുള്ളതുകൊണ്ട് വിശദീകരിക്കുന്നില്ല. പിതാവിന് ഒത്തിരി പറയാനുണ്ടെന്ന് അറിയാം. പ്രത്യേകിച്ച് മലബാറിൽ ഒരു സെമിനാരി ഉണ്ടാകാൻ ആഗ്രഹിച്ച് തൃശ്ശൂരിൽ തുടങ്ങിയത് അത് വലിയ പദ്ധതി. പിന്നെ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് അത് മെഡിക്കൽ കോളേജായത്, നേഴ്സിംഗ് കോളേജ് തുടങ്ങിയത്, ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് തുടങ്ങിയത്, മഹാജൂബിലി ട്രെയിനിങ് കോളേജ് തുടങ്ങിയത്. അങ്ങനെ തൃശ്ശൂരിൽ ഈ 10 വർഷം കൊണ്ടുണ്ടായ വികസനം വളരെ വലുതാണ്. പിതാവിന് തൃശ്ശൂർക്കാരെ കുറിച്ച് പറയാനുള്ളത് എന്താ? ഞാനിവിടെ സ്വല്പം ഭയപ്പെട്ട വന്നെങ്കിലും ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോൾ മനുഷ്യൻ്റെ വളരെ സ്നേഹമായിട്ട് എന്നോട് പെരുമാറുന്നതായിട്ട് എനിക്ക് അനുഭവം. കേട്ടതുപോലൊന്നുമല്ല, വളരെ സ്നേഹമായിട്ട് പെരുമാറുന്നു. എൻ്റെ മുഖത്ത് നോക്കി ആരെങ്കിലും ഒരു ചീത്ത പറയുകയോ എന്തെങ്കിലും പ്രയാസം കാണിക്കുകയോ ഒരിക്കലും ചെയ്തിട്ടില്ല. എനിക്ക് അങ്ങനെ ഒരു അനുഭവമേ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഏറ്റവും നല്ല മനുഷ്യനായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. അതനുസരിച്ച് അവരിങ്ങോട്ട് പെരുമാറി, ഞാൻ അങ്ങോട്ടും പെരുമാറി. 90ലും 30ൻ്റെ ചെറുപ്പത്തോടെ അജപാന രംഗത്ത് ശുശ്രൂഷ ചെയ്യുന്നതിൻ്റെ ഈ ശക്തി അത് എവിടുന്നാ? ഞാൻ അധികമൊന്നും ചെയ്തു. എൻ്റെ എല്ലായിടത്തും വിളിക്കുകയാണെങ്കിൽ പോകത്രയൊക്കെ ഉള്ളൂ. പിന്നെയുള്ള ഒത്തിരി പ്രോത്സാഹനവും ജീവൻ തരുന്നത് നമ്മുടെ അച്ഛന്മാരുമൊക്കെയാണ്. വളരെ പ്രത്യേകമായിട്ട് പിതാവ് ചെയ്തൊരു കാര്യം ഞാൻ ഒരിക്കലും മറക്കാറില്ല. എനിക്ക് ഒത്തിരി ശക്തി തരുന്നൊരു കാര്യമാണത്. അത് ഞാൻ റിട്ടയർ ചെയ്തപ്പോൾ പിതാവ് ഇടലേഖനത്തിൽ എഴുതി, തുടർന്നും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേകമായിട്ട് പറഞ്ഞു. ഞങ്ങളുടെ വത്സപിതാക്കന്മാരായ ജേക്കബ് തൂങ്കുഴി പിതാവും റാഫേൽ തട്ട് പിതാവിനെയും അവരെയും കൂടി അനുസ്മരിക്കണമെന്ന് പറഞ്ഞ വസ്തുതയുടെ കാര്യം ഒരു ചെറിയ സെൻറ്റൻസാണ്. അത് എന്തുമാത്രം ശക്തിയാണ് പ്രദാനം ചെയ്യുന്ന ഒരു കണക്കുമില്ല. കാരണം ഈ പറയുന്ന ഒരു രൂപതയുടെ അധ്യക്ഷനാണ് പറയുന്നത്. അപ്പോൾ ഔദ്യോഗികമായിട്ടുള്ള ഒരു സംസാരമാണത്. ആ പ്രാർത്ഥന വളരെ ശക്തിയുള്ള പ്രാർത്ഥനയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ജീവനാണത്. ഞാനത് പറയുകയും ചെയ്തു. എനിക്കത് ഒത്തിരി എനിക്ക് തന്ന ഏറ്റവും മനോഹരമായ സമ്മാനമാണത്. ഇപ്പോൾ നമ്മളെ കേൾക്കുന്ന ദൈവജനത്തിന് പിതാവിനെ കുറിച്ച് ഞങ്ങൾ മനസ്സിൽ പ്രാർത്ഥനയുടെ മനുഷ്യനായിട്ടാണ്. ഈ കാലഘട്ടത്തിൽ ദൈവജനത്തോട് പിതാവിന് പറയാനുള്ള സന്ദേശം, പ്രത്യേകിച്ച് സീറോ മലബാർ സഭയ്ക്ക് വലിയ നേതൃത്വം കൊടുത്ത പിതാവാണങ്ങ്. ഇപ്പോൾ സഭാതലത്തിലെ പ്രവർത്തനങ്ങളെക്കുറിച്ച്, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിലെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പിതാവിന് ദൈവജനത്തോട് പറയാനുള്ള സന്ദേശം ഒന്ന് ചുരുക്കമായിട്ട് പറയാൻ പറ്റുമോ? ഒരു നല്ല മഹത്വപൂർണ്ണമായൊരു ഭാവി നമ്മുടെ സഭയ്ക്ക് ദൈവം കരുതിയിട്ടുണ്ട് എന്നുള്ളൊരു വിശ്വാസം എനിക്കുള്ള. ഇപ്പോഴത്തെ തകർച്ചയിൽ നിന്നൊക്കെ നമ്മൾ ഉയർത്തെഴുന്നേറ്റ് മഹത്വത്തോടെ മുന്നോട്ട് പോകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുക.